അബദ്ധ ശാസ്ത്രമാണെന്നും മിഥ്യാധാരണയാണെന്നുള്ളതും ഇതിൽ കഴമ്പൊന്നുമില്ല എന്നും വിചാരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവർ അങ്ങനെ വിചാരിച്ചാൽ മതി എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത്. കാരണം എല്ലാവരും ജ്യോതിഷത്തിൽ വിശ്വസിച്ചാലും ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ ശനി എന്ന ഗ്രഹം ഈ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലത്തിൽ 30 വർഷം കൊണ്ടാണ് ഒരു പ്രദക്ഷിണം വെച്ചിട്ട് എത്തുന്നത് എന്നും 30 വർഷം കൊണ്ട് 2019 ആഗോളതലത്തിൽ വിഷുഫലത്തിൽ പകർച്ച വ്യാധി പിടിപെടും എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയുന്നത്. ഞാൻ അന്ന് ആ വിഷുഫലത്തിൽ പറയുണ്ടായി. അപ്പോൾ അത് നമ്മൾക്ക് ആ മനസ്സിലാക്കൽ, ഗ്രഹിക്കൽ, ആ ശാസ്ത്രത്തിനെ പറ്റിയിട്ട് ധാരണ ഉണ്ടാവില്ലേ. അങ്ങനെ ധാരണ ഉണ്ടായിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളെയും വിലയിരുത്താനും വിമർശിക്കാനും ഒക്കെ പാടുള്ളൂ. ഇന്ന് നമ്മളതല്ലല്ലോ. നമ്മൾ അറിയാത്ത വിഷയങ്ങളെ പറ്റിയിട്ട് ആധികാരികമായിട്ട് പറയുന്ന ഒരു വിഭാഗമാണ് നമ്മൾ മലയാളികൾ. അതിലേറ്റവും അഗ്രഗണ്യരാണ് വാസ്തവത്തിൽ. ഇനി ജ്യോതിഷത്തിലേക്ക് ഒന്ന് കടക്കാം. എന്താണ് ജ്യോതിഷം? എങ്ങനെ ഇത് പ്രാവർത്തികമാവണം? എന്തൊക്കെയാണ് ഇതിൻ്റെ വ്യത്യസ്ത തലങ്ങൾ? ജാതക ഗോള നിമിത്ത പ്രശ്നം, മുഹൂർത്ത ഗണിത, ഈ 6 എണ്ണമാണ്. ജാതകം, ഗോളം, നിമിത്തം, പ്രശ്നം, മുഹൂർത്തം, ഗണിതം. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വിഷയം, നമുക്കെല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള വിഷയം ഒന്ന് ജാതകമാണ്. എൻ്റെ ഇപ്പോഴത്തെ ഫലം എന്താണ്? എൻ്റെ തൊഴിലിനെ പറ്റിയിട്ട് എന്താണ്? എൻ്റെ മകളുടെ വിവാഹം, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നുമില്ല, ഒരു മനുഷ്യജന്മത്തിൽ എന്തൊക്കെ വേണം, അതൊക്കെ നമുക്ക് പ്രാവർത്തികമാകുമോ, കാലം എങ്ങനെയാണ് എന്നുള്ളത് അറിയുക. ആ ഒരു ഭാവി ജിജ്ഞാസ തന്നെയാണ് നമുക്ക് വേണ്ടത്. അവിടെ ഈ ഗ്രഹങ്ങളെ വെച്ച് പറയുന്നു, നമ്മളൊരു കുട്ടി ജനിക്കുന്നു. ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അന്നത്തെ, ഇപ്പം ഇന്ന് ഈ സമയം, ഇന്നത്തെ ദിവസം 5:30, ഗ്രഹങ്ങളെല്ലാം തന്നെ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, രാഹുകേതുക്കൾ ഛായാഗ്രഹങ്ങളെന്ന് പറയുന്നുണ്ട്. ഈ ഗ്രഹങ്ങളൊക്കെ ഒരേ സ്ഥലത്ത് നിൽക്കണു. നേരെ മറിച്ച് ദുബായിലാണെങ്കിലോ 4 മണിയായിട്ടുണ്ടാവുള്ളൂ. പിന്നെ ന്യൂയോർക്കിലാണെങ്കിലോ ഈ കാലത്ത് ആ ഒരു എത്രയാ 13 മണിക്കൂർ വ്യത്യാസം ഉണ്ടാവും. 11.5 മണിക്കൂർ അവിടെയുണ്ട്. സമ്മർ ടൈം കറക്ഷൻ അനുസരിച്ച് ഈ ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിനനുസരിച്ചുള്ള ഗണിതം, ഗ്രഹങ്ങളൊക്കെ ഒരേ പൊസിഷനിലായിരിക്കും. പക്ഷേ ലഗ്നം എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്, അതൊക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഈ ഫലപ്രവചന രീതിയിൽ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കുട്ടി ജനിച്ച് ഇന്നത്തെ പ്ലാനറ്ററി പൊസിഷൻ വയ്ക്കുകയും പിന്നീട് ഇതിനനുസരിച്ചുള്ള ദശകളൊക്കെ കണക്ക് കൂട്ടി ആ ഗ്രഹങ്ങളൊക്കെ എവിടെ നിൽക്കുന്നു, ആ ദശകളിൽ എന്തൊക്കെ ഫലങ്ങൾ പറയുന്നു എന്ന് വളരെ വിശദമായിട്ട് പറയുന്നൊരു സംവിധാനമാണ് ജാതകം. കുട്ടി ജനിക്കുമ്പോഴും അതെ, പലർക്കും ഒരു സംശയമുണ്ട്. ഇന്ന് നമുക്കൊക്കെ, നമ്മളെല്ലാവർക്കും ധാരണയേക്കാൾ കൂടുതലും മിഥ്യാധാരണയാണ്. വിശ്വാസത്തിനേക്കാൾ കൂടുതൽ അന്ധവിശ്വാസമാണ്. അതാണ് വിഷയം. വിശ്വാസം എന്നുള്ള പദം തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി വിശ്വസിച്ച് അനുഭവജ്ഞാനം കൊണ്ട് വിശ്വസിക്കുന്നതിനാണ് വിശ്വാസം എന്ന് പറയുക. വാസ്തവത്തിൽ അതൊന്നുമില്ല. അതാണ് അന്ധവിശ്വാസമാണ് ഇന്ന് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. അപ്പോൾ അനുഭവജ്ഞാനങ്ങളെ കൊണ്ടേ വിശ്വസിക്കാൻ പാടുള്ളൂ, അതേ പ്രാവർത്തികമാവുള്ളൂ. അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇങ്ങനെ ഈ ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഫലം പ്രവചന രീതികൾ നമ്മൾ പറയുന്നു. ഓരോരോ ഗ്രഹങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ഈശ്വര ആരാധനകൾ നമ്മൾ പറയുന്നു. വിദ്യാസ്ഥാനത്ത് 2-ാം ഭാവം കൊണ്ടാണ്, വിദ്യ, വാക്ക്, കുടുംബം എന്നൊക്കെ 2-ാം ഭാവം കൊണ്ട് പറയും. അവിടെ പാപഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ തടസ്സങ്ങളുണ്ടാവും. കേതു വന്നു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടാവും.
ആ ഭാവാധിപതി 12 നിന്ന് കഴിഞ്ഞാൽ ഉള്ളത് ഉപേക്ഷിച്ച് മറ്റൊരു പഠിക്കണം, മറ്റൊരു പാഠ്യപദ്ധതി വേണമെന്ന് തോന്നും. ഇങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഈ ഇന്ന് അനുഭവം എല്ലാവരും പറയുന്ന ഈ അനുഭവിച്ചു വരുന്ന ഈ ഫലങ്ങളെല്ലാം തന്നെ കോർത്തിണക്കിയിട്ടുള്ള ഒരു ഫലപ്രവചന രീതിയാണ് വാസ്തവത്തിൽ ഈ ഒരു ജ്യോതിഷം എന്ന് പറയുന്നത്. എന്നാൽ തന്നെ ഇതിൽ തന്നെ കുറേ ആചാര്യന്മാരുണ്ട്. ആചാര്യന്മാരുടെ ഫലപ്രവചന രീതിയിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ട്. എന്നിരുന്നാലും നമ്മളതിലും 3-4 ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ നിന്നും ക്രോഡീകരിച്ച് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഇത്രയും കാലത്തിൻ്റെ അനുഭവത്തിൽ നമ്മളൊരു എന്താ പറയുക, ചില അനുമാനങ്ങളിൽ എത്തിച്ചേരും. അങ്ങനെയാണല്ലോ അനുമാനം എന്നാണ് പറയേണ്ടത്. അങ്ങനെയാണ് നമുക്ക് ചില ഇത് വരുമ്പോഴേക്കും നമുക്കത് വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ എന്ന് ചോദിക്കേണ്ടി വരും. അങ്ങനെ പലതും ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു അനുഭവത്തിൽ കുറേ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് തന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ചില അനുഭവങ്ങൾ തോന്നും. സന്താന സൗഭാഗ്യം ആ സമയത്ത് ഈ ജ്യോതിഷത്തിൻ്റെ ജാതകം എന്ന് ജാതക ഫലപ്രവചന രീതികൾക്ക് പുറമേ ജാതകം ഗോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാനറ്ററി ഈ ഗ്രഹങ്ങളൊക്കെ എവിടെ നിൽക്കുന്നു എന്ന് ഗണിക്കൽ. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ തൽക്കാലമായിട്ട് ഇന്നത്തെ പ്ലാനറ്ററി പൊസിഷൻ വെച്ച് ആ വ്യക്തി ഒരു ബിസിനസ്സിൽ ഇറങ്ങി പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നു, അത് നേരെയാവോ, അല്ലെങ്കിൽ ഒരു ഭൂമി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നു, അത് നല്ലതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നും ഒരു ജോയിൻറ്റ് വെഞ്ചറുകളിൽ ഏർപ്പെടുന്നു, ആ വ്യക്തി വിശ്വാസയോഗ്യമാണോ എന്നൊക്കെ പലതും ഓരോരുത്തരുടെ ആവശ്യങ്ങൾ പലതും ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഒരു സ്ഥിരീകരിക്കുക ഇന്നത്തെ പൊസിഷൻ വെച്ച് ഫലപ്രവചന രീതികൾ പറയും. അത് പ്രശ്നം എന്ന് പറയും. അവിടെയുണ്ട് ഒരു നിമിത്തം. ആ സമയത്ത് എന്തൊക്കെ കണ്ടു, കേട്ടു, ശ്രവിച്ചു, ഈ വാസനയുണ്ടായി, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ഉദാഹരണത്തിന് ഈ സമയത്ത് എന്തെങ്കിലും പ്രശ്നം വെച്ചു. ഇപ്പോൾ ഒരു കാക്കരോദനം, കാക്ക കരയുന്നത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ആരും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഞാനത് കേട്ടിട്ടുണ്ട്. അതിനെന്തെങ്കിലും ഒരു ഫലം പ്രവചന രീതി ചിലത് ആ നിമിത്തത്തിനനുസരിച്ചുണ്ടാവും. അങ്ങനെ പലതും ആ സമയത്ത് കോർത്തിണക്കിയിട്ട് പറയേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ പലതും ഉണ്ടാവും. അതിന് നിമിത്തം എന്ന് പറയും. ജാതകം, കോളം, നിമിത്തം, പ്രശ്നം. മുഹൂർത്തം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ചോറൂണാണെങ്കിലും വേണ്ടില്ല, 28 നൂലുകെട്ട്, പിന്നെ വാഹനം വാങ്ങിക്കുക, വിവാഹം, ഇങ്ങനെയുള്ളതിനൊക്കെ നല്ല സമയം നോക്കി, നല്ല നക്ഷത്രം നോക്കി, ഗ്രഹങ്ങളെയൊക്കെ നോക്കി ഗണിക്കുന്ന ഒരു സമ്പ്രദായമാണ് മുഹൂർത്തം എന്ന് പറയുന്നത്. അപ്പോൾ അത് സർവ്വസാധാരണമാണ് വാസ്തവത്തിൽ. ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നമ്മളൊക്കെ വിചാരിക്കുന്നതൊരു അബദ്ധ ശാസ്ത്രമാണെന്നും മിഥ്യാധാരണയാണെന്നുള്ളതും ഇതിൽ കഴമ്പൊന്നുമില്ല എന്നും വിചാരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനെ വിചാരിച്ചാൽ മതി എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത്. കാരണം എല്ലാവരും ജ്യോതിഷത്തിൽ വിശ്വസിച്ചാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് വേണ്ട. ആവശ്യമുള്ള ആൾക്കാർ തന്നെ അതിൽ വിശ്വസിക്കുന്നുള്ളൂ. ആവശ്യക്കാരെ വരേണ്ടതുള്ളൂ. അല്ലാണ്ട് ചില ആൾക്കാർ വരാറുണ്ട് കേട്ടോ, തമാശയൊക്കെ ഉണ്ടാവാറുണ്ട്. പല വിധത്തിലുള്ള ആൾക്കാർ വരും, പരീക്ഷണത്തിന് ആൾക്കാർ വരും. അപ്പോൾ അത് നമുക്കത് കുറേശ്ശൊക്കെ തോന്നും. ചില സരസമായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ പിന്നെ അവർക്ക് തന്നെ ചിലപ്പോൾ എന്നാൽ ഈ മക്കളുടെ ശരിക്കുള്ള ജാതകം നോക്കിയോളെ. അപ്പോൾ ശരിക്കെന്ന് വെച്ചാൽ എന്താ? അല്ല, ശരിക്കും നോക്കാനല്ല ആദ്യം വന്നത്. അതെയോ, ആയിക്കോട്ടെ, എന്നാൽ ശരിക്കും നോക്കാൻ പറയാമോ, പറ്റുമോ നോക്കി നോക്കാം. കാരണം ഇത് അവിടെയും വിശ്വാസത്തിൻ്റെ ഒരു യോഗ്യമുണ്ട്. വിശ്വാസത്തിൻ്റെ ഒരു കഴമ്പുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഭവമുള്ള കാര്യം ഉണ്ടാവും. ഡോക്ടർമാരെല്ലാവരും ഒരേപോലെ പഠിച്ചിട്ടുണ്ടാവുക. എല്ലാവരും ഒരേപോലെ ആത്മാർത്ഥമായിട്ട് ചികിത്സിക്കും. ഒരാളും അബദ്ധമാവണം എന്ന് വിചാരിച്ചിട്ട് ചികിത്സിക്കുമോ? ഇല്ല. എല്ലാവരും സിനിമ എടുക്കുന്നത് ഡയറക്ടർമാർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാർ നന്നാവണം എന്ന് വിചാരിച്ചിട്ട് തന്നെയല്ലേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അതെ. പക്ഷേ ചില ആൾക്കാരുടെ ചികിത്സയിൽ ആ ഡോക്ടറെ കണ്ടാൽ മതിയല്ലോ. മറ്റേ ഡോക്ടറും ആ മരുന്നല്ലേ അവൻ കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ ആ ഡോക്ടറെ കണ്ടാൽ ആ
മരുന്ന് കഴിച്ചാൽ മതി. അപ്പോൾ അവിടെയാണ് ആ അങ്ങേരുടെ ചിന്താഗതിയും നമ്മുടെ ചിന്താഗതിയും ഒരേപോലെയുള്ള, ഇനി ഇംഗ്ലീഷിൽ വേവ് ലെങ്ത് ഒരേപോലെയുള്ള ആൾക്കാരെന്ന് പറയും. നമുക്കൊക്കെ തോന്നാറില്ലേ? ഞാൻ തന്നെ വിചാരിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഒരു 2 ദിവസമായി വിചാരിക്കണു, തന്നെ ഒരു കാര്യം വിചാരിക്കുന്നു, ഞാനും അതെ. അപ്പോൾ അതെന്താ, ആ ഒരു നമുക്ക് ടെലിപ്പതി എന്നോ ഇംഗ്ലീഷിൽ എന്ത് പേര് പറയാം, സമാന ചിന്താഗതി എന്നുള്ള ഒരു പദം നമ്മൾ വിചാരിച്ചാൽ മതി. ചിന്താഗതിയും സാഹചര്യങ്ങളും അവസരങ്ങളും ആവശ്യകതയും ഒത്തുകൂടുമ്പോൾ അങ്ങനെ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. നമുക്കിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ നമ്മൾ ജനിക്കണത്. ഇനി നമ്മൾ വേണമെന്ന് വിചാരിച്ചാലും നമുക്ക് അടുത്ത് ജനിക്കാനും പറ്റില്ല. അങ്ങനെ സൗകര്യമുണ്ട്. അങ്ങനെ പരിഭ്രമിച്ചിട്ടും കാര്യമില്ല. പിന്നെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, ഈ ഒരു ഇത് കിട്ടി പിന്നെ പരിഭ്രമിച്ചിട്ട് വിദ്യാഭ്യാസം കുട്ടികളെ LKG ചേർക്കുമ്പോഴേക്കും IAS ചേർത്ത പോലെ ഉള്ള സമീപനം അച്ഛനമ്മമാർക്ക് പരിഭ്രമമായിട്ട്. അപ്പം ഞാൻ ചോദിക്കും, കുട്ടിയുടെ ജാതകം നോക്കുക, അപ്പം നിങ്ങൾ IAS ചേർന്നോ ചോദിക്കും. അതല്ല, കുട്ടിയുടെ കാര്യത്തിനാണ് പരിഭ്രമിക്കണത്. ആകെ ഒരു മാർക്ക് പോയി അപ്പം വിളിക്കുകയെ. അയ്യോ, ഇതാണ് ഈ മിഥ്യാധാരണയും അന്ധവിശ്വാസവും. അപ്പോൾ നമ്മളിവിടെ ഒരു മിതത്വത്തോടു കൂടി ജ്യോതിഷത്തിനെ വിശ്വസിച്ചും കൊണ്ട് വരികയാണെങ്കിൽ ഏതൊരു ജ്യോതിഷ അടുത്തും ചെന്നാൽ അവർ ആ ഫലപ്രവചനം ചെയ്യുന്നത് ശരിയാവും. ഈ വ്യക്തിക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാൻ ഗുരുഭക്തീശ്വരം ധ്യായേൽ ഒരു ജ്യോതിഷിക്ക് ഉണ്ടാവേണ്ടതായിട്ടുള്ള ഗുണഗണങ്ങൾ ഉണ്ട്. ശാസ്ത്രത്തിൽ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഉത്ഥായോഷസി ദേവതാം ഹൃദി നിജാം ധ്യാത്വ വപുശോധനം. ഉഷസിങ്കൽ എഴുന്നേൽക്കണം, നേരത്തെ എഴുന്നേറ്റ് എല്ലാ ദിനചര്യാക്രമങ്ങളൊക്കെ അനുവർത്തിച്ച് അവരൊരു ഉപാസനകളൊക്കെ നടത്തി സ്വസ്ഥാന്തരാത്മാ ഭവേർ, സ്വസ്ഥമായിട്ട് ഇരിക്കണം. അപ്പോൾ അവിടെ ഒരു മുൻവിധികളൊന്നും വേണ്ട. മുൻവിധി ഉണ്ടായിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല, കാര്യമൊന്നും നടക്കില്ല. മുൻവിധി പോലെ ഒന്നല്ല നമ്മുടെ ജീവിതം എന്നുള്ളത് നമുക്ക് അനുഭവജ്ഞാനം കൊണ്ടേ മനസ്സിലാവുള്ളൂ. ഏറ്റവും വലിയൊരു അധ്യാപകൻ അതാണല്ലോ, അനുഭവജ്ഞാനല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ഗുരുഭക്തീശ്വരം അങ്ങനെ സ്വസ്ഥാന്തരാത്മാഭവിൽ അങ്ങനെ ഇരുന്നാൽ ആവശ്യക്കാർ വരുന്നതാണ് പറയുക. അപ്പോൾ അത് ആ ഗുരുനാഥനും ശാസ്ത്രത്തിലും പറയണതൊക്കെ അങ്ങനെ അനുവർത്തിക്കും. അപ്പോൾ അവർക്ക് എന്താണ് ആവശ്യങ്ങളുള്ളത് അത് പറയാൻ നമ്മളെ തോന്നിക്കണേ എന്ന് നമ്മൾ ഈശ്വരന്മാരോടും ഈ ലോകത്തിനെ നിലനിർത്തുന്ന ഗ്രഹങ്ങളോടും നമ്മൾ പ്രാർത്ഥിക്കും. അതായത് ഇന്നത്തെ ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ ശനി എന്ന ഗ്രഹം ഈ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലത്തിൽ 30 വർഷം കൊണ്ടാണ് ഒരു പ്രദക്ഷിണം വെച്ചിട്ട് എത്തുന്നത് എന്നും 30 വർഷം കൊണ്ട്. വ്യാഴം എന്ന ഗ്രഹം 12 വർഷം കൊണ്ടാണ് ഒരു വലയം വെച്ച് പ്രദക്ഷിണം അപ്രദക്ഷിണോ അത് ആപേക്ഷികമാണ്. ഫാൻ ഇങ്ങനെ കറങ്ങുണ്ടാവും, ഇവിടുന്ന് നോക്കിയാൽ അപ്രദക്ഷിണമാണ്, മുകളിൽ നിന്ന് നോക്കിയാലോ. അപ്പോൾ ഈ സൗരയൂഥത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ സ്ഥലത്ത് മുകളിലാണോ താഴെയാണോ എന്നുള്ളത് നമ്മളിവിടെ മുകളിലാന്ന് പറയും. അമേരിക്കക്കാരെ ഏറ്റവും ചോട്ടിൽ അവിടെ ന്യൂയോർക്കുകാരെന്താ പറയുക, ഞങ്ങളാണ് മുകളിലെന്ന് പറയും. നമ്മൾ താഴത്താണ് അവരുടെ വീക്ഷണത്തിൽ. അപ്പോൾ അത് എല്ലാം അത് ശരി തന്നെ. പക്ഷെ ആ ശരി എന്നുള്ളത് മനസ്സിലാക്കലാണ് ശാസ്ത്രത്തിനെ മനസ്സിലാക്കൽ. അവരിപ്പോൾ രാത്രിയാന്ന് പറയും, നമ്മളിവിടെ പകലാന്നും പറയും, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾക്ക് ആ മനസ്സിലാക്കൽ, ഗ്രഹിക്കൽ, ആ ശാസ്ത്രത്തിനെ പറ്റിയിട്ട് ധാരണ ഉണ്ടാവില്ലേ. അങ്ങനെ ധാരണ ഉണ്ടായിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളെയും വിലയിരുത്താനും വിമർശിക്കാനും ഒക്കെ പാടുള്ളൂ. ഇന്ന് നമ്മളതല്ലല്ലോ. നമ്മൾ അറിയാത്ത വിഷയങ്ങളെ പറ്റിയിട്ട് ആധികാരികമായിട്ട് പറയുന്ന ഒരു വിഭാഗമാണ് നമ്മൾ മലയാളികൾ. അതിലേറ്റവും അഗ്രഗണ്യരാണ് വാസ്തവത്തിൽ.
എന്തോ ആയിക്കോട്ടെ, ഞാൻ അങ്ങോട്ടൊന്നും കിടക്കണില്ല. അപ്പോൾ ജ്യോതിഷ വിഷയത്തിൽ ഇങ്ങനെയുള്ള ഈ വിഷയങ്ങളൊക്കെ ഒറ്റ കോർത്തിണക്കി നമ്മളൊരു ഫലപ്രവചന രീതി പറയുന്നു. ഇവിടെ അനുഭവജ്ഞാനം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഈ ജ്യോതിഷത്തിൽ പറഞ്ഞതൊക്കെ അങ്ങോട്ട് ശരിയാവില്ലേ, ഒന്ന് ചോദിക്കാം. അതും പറയുന്നുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയുടെ പഴയ പുരാണോ ഇതിഹാസമോ കഥകളോ കഥകളിയോ കൂടിയാട്ടോ സിനിമയോ നാടകമോ ഒന്നും നമ്മൾ കൂത്തോ ഒന്നും ആലോചിക്കണ്ട. അതിലത്തെ സാരാംശം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി എന്നെ പറയുന്നുണ്ട് ഒട്ടൊക്കില്ല 90% അത് ശരിയാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം അത് ഈ ഉപാസന, ഈ ജ്യോതിഷിയുടെ മാനസികമായിട്ടുള്ള അവസ്ഥ, ഈ കേൾക്കുന്ന ആളുടെ വ്യക്തി ഇന്ന് തന്നെ ഉണ്ടായി. ഓൺലൈനൊരു വ്യക്തി വിളിച്ചു, യാത്രയിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ യാത്രയിൽ ഇത് കേട്ടിട്ട് അതൊരു ശരിയല്ലോ, വീട്ടിലിരുന്നിട്ട് വിളിച്ചാൽ പോരെ, അതല്ല ഇപ്പം തന്നെ അറിയണം. എന്നാൽ പകുതി കേൾക്കുള്ളൂ, പകുതി കേട്ടിട്ടില്ല, എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു കൊടുക്കും. അങ്ങനെ 10-20 കൊല്ലമായിട്ട് നമ്മൾ ഈ പാദം കാലക്രമേണ എന്ന് പറയും. നമ്മളെ കുറേ ആൾക്കാർ നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മളെ പഠിപ്പിക്കുകയെ, നമ്മൾ ഈ ജനിച്ച് പഠിച്ച സമയത്ത് പോലെയൊന്നുമല്ലോ നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്നത്. ആചാര്യാൽ പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയ. നമ്മൾ പഠിക്കണു, ഒരു ഡിഗ്രി ആൻഡ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, നമ്മൾ ഗുരുനാഥത്തിൽ നിന്നും പഠിക്കുന്നു, നമ്മൾ സഹപാഠികളിൽ നിന്നും പഠിക്കുന്നു, പിന്നെ പ്രവൃത്തി പരിചയം കൊണ്ട് പഠിക്കുന്നു. പിന്നെയാണ് പറയുന്നത് പാദം കാലക്രമേണ കാലം നമ്മളെ പഠിപ്പിക്കും. എറണാകുളത്ത് നിന്നൊരു പ്രായമായിട്ടുള്ള സ്വാമിയും മാമിയും ഇവിടെ വന്നു. 20-22 കൊല്ലം മുമ്പെയാണ്. അപ്പോൾ അവർ പ്രായമായിട്ടുണ്ട്. അപ്പോൾ മക്കളുടെ കാര്യങ്ങൾ അറിയാനാണ്. ഒരാൾ ഓസ്ട്രേലിയയിലാണ്, ഒരാൾ അമേരിക്കയിലുമാണ്. അപ്പോഴാണ് നമ്മുടെ മനസ്സിലൊരു തോന്നൽ. അന്നൊരു പെട്ടി ഫോണുണ്ട്, ഒരു ബിന്ദു എന്ന് പറഞ്ഞാൽ അവരാദ്യം തന്നതാണ്. അപ്പോൾ ഈ മേടിക്കണമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല, അപ്പോൾ അന്ന് തന്നു. അപ്പോൾ എനിക്കൊരു തോന്നൽ, ഈ റെക്കോർഡ് ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ബാത്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് റെക്കോർഡ് ചെയ്ത് നോക്കിയപ്പോൾ റെക്കോർഡാവുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റാഫിനോട് പറഞ്ഞു, ഒന്നൊരു കാര്യം ചെയ്യും, അങ്ങയുടെ മക്കൾ അമേരിക്കയിലുള്ള ആളുടെ ഫോൺ നമ്പറൊന്നും തന്നാൽ തിരക്കിടില്ല. അതെന്തിനാ അത്? അല്ല, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പോവാമല്ലോ, അവൻ നല്ല പൊസിഷനിലാണ്, എന്താ വേണ്ടത് വെച്ചാൽ സഹായം ചെയ്തു തരും. ശരി. ഫോൺ നമ്പറൊക്കെ മേടിച്ചു. സ്റ്റാഫിനോട് പറഞ്ഞു, ഒരു SMS അയച്ചു നോക്കൂ, ഇമെയിൽ അഡ്രസ്സ് അയക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഇമെയിലിൽ ഇങ്ങനെ അതൊക്കെ അയക്കാമെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റാഫ് പറഞ്ഞു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ വന്നു. കാരണം ഇവിടെ പകല 10 മണിക്കൊക്കെയാണ്, അവിടെ രാത്രി ആയിട്ടുണ്ടാവുമല്ലോ. ശരി, ഇമെയിൽ അഡ്രസ്സ് എഴുതി കൊടുന്നു. അപ്പോൾ ഞാൻ എന്തായാലും റെക്കോർഡ് ചെയ്തു. ഞാൻ സ്റ്റാഫിനോട് പറഞ്ഞു, ഇങ്ങനൊരു ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് മനസ്സിലാകുന്നത് എങ്ങനെ ഇമെയിലിൽ കൂടെ അയക്കുക എന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ശരി. അതൊക്കെ കഴിഞ്ഞു. അവരിവിടെ പുറത്ത് വന്നു. അപ്പോൾ കുറച്ച് വെള്ളം വേണം, കാപ്പി വേണം എന്നൊക്കെ പറഞ്ഞു. ശരി. കഴിഞ്ഞ് ഒരു ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് വിട്ടു. അതിൻ്റെ മുമ്പേ ഇത് വന്നപ്പോഴേക്കും മകനോ മകളോ ഒരാൾ വിദേശത്ത് നിന്ന് വിളിച്ചു, അച്ഛാ ഞങ്ങളിതൊക്കെ കേട്ടു, ഭയങ്കര സന്തോഷമായി. ഇതാണ് നമ്മളെ കാലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ 20 കൊല്ലമായിട്ട് ഞാൻ എല്ലാവരുടെയും ഫലങ്ങൾ പറയുന്നത് മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കും. ഇന്നിപ്പോൾ സർവ്വസാധാരണമാണ്. ഇന്നത്തെ കുട്ടികളോട് പണ്ട് ട്രങ്ക് ബുക്ക് ചെയ്തിരുന്നു, STD ബുക്ക് ചെയ്യാനായിട്ട് ക്യൂ നിന്നിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾ യുവതലമുറക്കാർക്ക് വിശ്വാസമാവില്ല. അപ്പോൾ കാലം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ജ്യോതിഷ വിഷയത്തിലും ഈ ഒരു ജാതകം ഗണിക്കണം എന്ന് വെച്ചാൽ ഗുരുനാഥൻ്റെ അവിടെ ഉള്ള സമയത്ത് ഈ പഞ്ചാംഗത്തിൽ നിന്നും ഗണിക്കുമ്പോൾ 25 മിനിറ്റ് വേണം അതിന്നും ഒരു പ്ലാനറ്ററി പൊസിഷൻ ഗണിക്കാൻ. ഇന്നിപ്പോൾ എത്ര സൗകര്യം, 1 മിനിറ്റ് വേണ്ട, ഒരു 15 സെക്കൻഡ് ഉണ്ടെങ്കിൽ അത് പ്ലാനറ്ററി പൊസിഷൻ കിട്ടി ഫലപ്രദം. അപ്പോൾ കാലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളും അത് റിഫൈൻഡ് ആവുകയാണ്, ഒക്കെ വേണം എല്ലാത്തിനും അനുസരിച്ച്. അപ്പോൾ ഇങ്ങനെ നമ്മളെ പല അനുഭവജ്ഞാനങ്ങളും നമ്മൾ കോർത്തിണക്കിയിട്ട് നമ്മൾ ഇതുവരെ എത്തി. ജ്യോതിഷത്തിനെ അന്ധവിശ്വാസമായിട്ടൊന്നും കണക്ക് കൂട്ടേണ്ടതില്ല.
അത് വിശ്വസിക്കുന്നവർക്ക് അത് വിശ്വസിച്ചും കൊണ്ട് അതിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. 2019 ഉദാഹരണത്തിന് ആഗോളതലത്തിൽ വിഷുഫലത്തിൽ പകർച്ചവ്യാധി പിടിപെടും എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയുന്നത്. ഞാൻ അന്ന് ആ വിഷുഫലത്തിൽ പറയുകയുണ്ടായി. എങ്ങനെ എല്ലാ ഇപ്പോൾ 2019 എങ്ങനെയാണ് ആഗോളതലത്തിൽ എങ്ങനെയാണ് പകർച്ചവ്യാധി ഉണ്ടാവുക? 2019 ആണ് അത് തുടങ്ങിയിട്ടുള്ളത്, ആ കൊറോണ എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ നമ്മുടെ കയ്യിലല്ല. അതൊരു പ്രശ്നമാർഗ്ഗത്തിൽ 25-ാമത്തെ അധ്യായം എന്ന് പറയുന്നൊരു അധ്യായം തന്നെ ഈ മഴയെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ഏതൊക്കെ കാലത്ത് മഴ കിട്ടും, ആഗോളതലത്തിൽ എന്തൊക്കെ വ്യത്യാസം വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ഒരു സംവിധാനമാണ്, കുറേ ഉണ്ട് ജ്യോതിഷത്തിൻ്റെ വിഷയത്തിൽ. അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയാനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഇല്ലത്ത് വന്ന് ജനിച്ച് ഇത് പഠിക്കാനുള്ളൊരവസരം ഉണ്ടായതുകൊണ്ട് ഉണ്ടായി എന്നുള്ളതാണ് പറയാനുള്ളത്. അതല്ലാതെ എൻ്റെ ഒരു കേമത്തൊന്നുമല്ല. ഇത് ശാസ്ത്രത്തിനെ പറ്റി ഗ്രഹിക്കാൻ അവസരം ഉണ്ടായി. അതൊരു എന്താ പറയുക, നിയോഗം തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെ പറയാനുള്ളൂ.